ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിൽ റിമാൻഡിലായ പ്രതി റിജു ആന്റണിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്. ഗുഡ് മോർണിംഗ്. ഈ ഏറെ കേരളം തന്നെ ചർച്ച ചെയ്ത ഈ ബാങ്ക് മോഷണ കേസിലാണ് ഈ പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവുമായി പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് ആ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ചില തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കേസിൽ ആദ്യഘട്ടത്തിൽ നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പ്രതി ഈ മോഷണത്തിന് വേണ്ടിയുള്ള സാഹചര്യം അത് എങ്ങനെ ഒരുക്കി, അതോടൊപ്പം തന്നെ അണിയറയിൽ ഒരുക്കിയ സാധനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ പ്രതി സഞ്ചരിച്ച പാതയെക്കുറിച്ചുമെല്ലാം വിശദമായി തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. നിലവിൽ പോലീസ് എടുത്ത FIR പ്രകാരം 13 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രതിഭാഗത്തെ സംബന്ധിച്ച് ഈ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത റിജോ ഇപ്പോൾ വിയൂർ ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഈ പ്രതിഭാഗം ഈ ജാമ്യാപേക്ഷ അടക്കം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നു. പോലീസ് ആകട്ടെ 5 ദിവസത്തെ കസ്റ്റഡി വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.